ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 3-ാം ക്വാർട്ടറിലെ 4-ാമത്തെ പാഠത്തിലേക്ക്, ഉപമകൾ എന്ന തലക്കെട്ടോടുകൂടിയ 4-ാമത്തെ പാഠത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നാം ഈ പാഠം ദൈവസന്നിധിയിൽ ഇരുന്ന് പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മളോട് കൂടെ ഇരുന്ന് ഇതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പാഠത്തിൻ്റെ മനപ്പാഠവാക്യം നമ്മൾ കേൾക്കുന്ന മർക്കോസ് 4-ാം അധ്യായം 24-25. നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്കും അളന്നു കിട്ടും, അധികമായും കിട്ടും. ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവനോടോ ഉള്ളതുകൂടെ എടുത്തു കളയും എന്ന് അവൻ അവരോട് പറഞ്ഞു. മർക്കോസ് 4-ാം അധ്യായം 24-25 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. അതിൻ്റെ തുടക്കം വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്? നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചുകൊള്ളും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉപമയെക്കുറിച്ചാണ്. ഉപമകൾ. യേശുനാഥൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ കൂടുതലും ഏറ്റവും നല്ലൊരു ഗുരുവായിരുന്നു യേശുനാഥൻ. നല്ലൊരു പ്രാസംഗികനായിരുന്നു, നല്ലൊരു ടീച്ചറായിരുന്നു. അപ്പോൾ കൂടുതൽ കാര്യങ്ങളും യേശുനാഥൻ പഠിപ്പിച്ചത് തൻ്റെ ഉപമകളിലൂടെയാണ് പഠിപ്പിച്ചത്. ഉപമ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ചയിൽ കാണുന്ന എന്തെങ്കിലും ഒരു വസ്തുവിനെയോ വേറെ എന്തെങ്കിലും ഒരു വിഷയത്തെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിന് സാമ്യമായ രീതിയിൽ ദൈവിക കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങളെ വെളിപ്പെടുത്തുകയാണ് യേശുക്രിസ്തു ചെയ്തത്. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്. എന്തിനാണ് അങ്ങനെ ഒരു മെത്തഡ് യേശു സ്വീകരിച്ചതെന്നുള്ളത് നമ്മൾ ചൊവ്വാഴ്ചത്തെ പാഠത്തിൽ നമ്മളത് പഠിക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ റീസൺസ് എന്ന്. അപ്പോൾ ഇന്നത്തെ ഈ പാഠം മുഴുവൻ നമ്മൾ പഠിക്കുന്നത് ഉപമകളെക്കുറിച്ചാണ്. യേശു അരുളി ചെയ്ത ഉപമകൾ, അതിൻ്റെ കാരണം എന്തത്, ഉപമകളിലൂടെ എന്തിനാണ് അരുളി ചെയ്തതെന്നും ഉപമകളിലൂടെ എന്ത് പാഠങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടതെന്നും ഉപമകളിലൂടെ തന്നെ നമ്മളെ ആത്മീയ ജീവിതത്തിന് നമ്മളെങ്ങനെ ഒരുക്കം നടത്താമെന്നും എല്ലാമുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ മറ്റ് സുവിശേഷങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് സിനോപ്റ്റിക് ഗോസ്പൽസ് ആയിട്ടുള്ള മാത്യുവിൻ്റെ പുസ്തകവും ലൂക്കോസിൻ്റെ പുസ്തകവും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മാർക്കോസിൻ്റെ സുവിശേഷത്തിലാണ് ഏറ്റവും കുറച്ച് ഉപമകളെ കാണിച്ചിരിക്കുന്നത്. അത് വളരെ ചുരുങ്ങിയ വാക്കുകളിലാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പാഠത്തിൽ ഇതിൻ്റെ എന്തിനാണിത് അരുളി ചെയ്തതെന്നും എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ പാഠത്തിൽ നമ്മൾ 5 ഉപമകളാണ് ഈ ഒരു പാഠത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 5 എണ്ണം. അത് ഒന്ന് വിതയ്ക്കുന്നവൻ്റെ ഉപമ, പിന്നെ വളരുന്ന വിത്തിൻ്റെ ഉപമ, പിന്നെ വിളക്കിൻ്റെ ഉപമ, പിന്നെ അളക്കുന്ന സാധനത്തിൻ്റെ ഉപമ, കടുക് മണിയുടെ ഉപമ. അങ്ങനെ 5 കാര്യങ്ങളാണ്, 5 ഉപമകളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഈ ആഴ്ചയിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. അടിയങ്ങളെ ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട പിതാവേ, തിരുസന്നിധിയിൽ അടിയങ്ങൾ ഇന്ന് താണിരിക്കുന്നു. നാഥ ദൈവമേ, അവിടെ നിന്ന് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അരുളി ചെയ്ത ഈ ഉപമകൾ അടിയങ്ങൾ പഠിക്കുമ്പോൾ നാഥ ദൈവമേ, അടിയങ്ങളോട് കൂടെ ഇരിക്കണം. ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണം. അതിൻ്റെ എല്ലാത്തിൻ്റെയും ശരിയായിട്ടുള്ള അർത്ഥം ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെല്ലാം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും കംപ്ലീറ്റ് അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. കേൾക്കുന്ന എല്ലാവരുടെയും ഹൃദയങ്ങളെ അവിടെ നിന്ന് ഒരുക്കണം. നല്ല നിലം പോലെ അവിടെ നിന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ നിലത്ത് വീഴുന്ന വിത്തുകളൊന്നും നഷ്ടമാകാതെ 100 മേനി ഫലം കായ്ക്കുവാനും ദൈവം സഹായിക്കണം. യേശുവിൻ്റെ പൊന്നുനാമത്തിൽ ചോദിക്കുന്നു, കൃപയുടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ഞായറാഴ്ചത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്ന വിതയ്ക്കുന്നവൻ്റെ ഉപമ. തിങ്കളാഴ്ചത്തെ പാഠം യേശുവിൻ്റെ വ്യാഖ്യാനം. അപ്പോൾ അത് രണ്ടും നമുക്ക് തോന്നുന്നു ഒരുമിച്ച് പഠിക്കാവുന്നത്. കാരണം ആ ഉപമ, വിതയ്ക്കുന്നവൻ്റെ ഉപമയും അതോടുകൂടി തന്നെ അതിൽ യേശുക്രിസ്തു കൊടുത്ത അതിൻ്റെ വ്യാഖ്യാനവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഇതിനുള്ള ഭാഗം മർക്കോസിൻ്റെ സുവിശേഷം
കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ 3-ാം അധ്യായം മുഴുവനായിട്ട് പഠിച്ചു തീർത്തു. അപ്പോൾ ഈ ആഴ്ചയിൽ ഈ ഞായറാഴ്ചത്തെ പാഠത്തിൽ നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 1 തുടങ്ങി 9 വരെയുള്ള വാക്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആരാണ് വിതയ്ക്കുന്ന ആൾ, എന്താണ് വിതയ്ക്കുന്നത്, എവിടെയാണ് വിത്തുകൾ വീണത്, അതെല്ലാം നമ്മൾ ഈ ഒരു പാഠത്തിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെയാണ് വായിക്കുന്നത്. അവൻ പിന്നെയും കടൽക്കര വെച്ച് ഉപദേശിക്കുവാൻ തുടങ്ങി. അപ്പോൾ ഏറ്റവും വലിയ പുരുഷാരം അവൻ്റെ അടുക്കൽ വന്നു കൂടുക കൊണ്ട് അവൻ പടകിൽ കയറി കടലിലിരുന്നു. പുരുഷാരൊക്കെയും കടലരികെ കരയിലായിരുന്നു. അവൻ ഉപമകളാൽ അവരെ പലതും ഉപദേശിച്ചു. ഉപദേശത്തിൽ അവരോട് പറഞ്ഞത്, കേൾക്കുവിൻ. വിതയ്ക്കുന്നവൻ വിതയ്ക്കുവാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ വന്നത് തിന്നുകളഞ്ഞു. മറ്റു ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്തയിടത്ത് വീണു. മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യനുദിച്ചപ്പോൾ ചൂട് തട്ടി വേരില്ലായകൊണ്ട് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു. മുള്ള് മുളച്ചു വളർന്നു, അതിനെ ഞെരുക്കിക്കളഞ്ഞു, അത് വിളഞ്ഞതുമില്ല. മറ്റു ചിലത് നല്ല മണ്ണിൽ വീണിട്ട് മുളച്ചു വളർന്നു ഫലം കൊടുത്തു. 30, 60, 100 മേനി വിളഞ്ഞു. കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ഇതാണ് വിതയ്ക്കുന്നവൻ്റെ ഉപമ. ഇത്രയും 3-ാമത്തെ വാക്യം തുടങ്ങി 9-ാമത്തെ വാക്യം 8-ാമത്തെ വാക്യം വരെയുള്ള 5 വാക്യങ്ങളാണ് ഈ ഉപമയിലുള്ളത്. അപ്പം നമ്മൾ അതെന്താണെന്ന് നമുക്ക് ഗ്രഹിക്കാം. ഇത് അരുളി ചെയ്തത് പുരുഷാരത്തോടാണ്. അവിടെ കൂടിയിരുന്ന എല്ലാവരോടും കൂടിയായിട്ടാണ് ഇത് അരുളി ചെയ്തത്. അത് വിതയ്ക്കുന്നവൻ, നമുക്കറിയാം വിതയ്ക്കുന്നവൻ ഏറ്റവും മാസ്റ്റർ സോവർ അല്ലെങ്കിൽ ഏറ്റവും നല്ല വിത്ത് വിതയ്ക്കുന്നവൻ ആരാണെന്ന് മത്തായി 13-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അത് യേശുക്രിസ്തു തന്നെ, മനുഷ്യപുത്രൻ തന്നെ. എന്നാലും വിതയ്ക്കുന്നവൻ എന്ന് പറയുമ്പോൾ അത് നമ്മളാകാം, പഠിപ്പിക്കുന്നവരാകാം, വീടുകളിൽ പോയി സുവിശേഷം അറിയിക്കുന്നവരാകാം, പാസ്റ്റേഴ്സ് ആകാം. ഓരോ ശബദിനും അവർ വചനം വിതയ്ക്കുന്നുണ്ട്. അങ്ങനെ പലരെയും ആകാം. എന്നാലും ഏറ്റവും നല്ല വിതക്കാരൻ എന്ന് പറയുന്നത് യേശുക്രിസ്തു തന്നെയാണ്. അപ്പോൾ വിതയ്ക്കുന്നവൻ എന്ന് പറഞ്ഞാൽ നമ്മളിൽ ആരാണോ മറ്റൊരാളോട് വചനം പറയുന്നത് അവരെല്ലാവരെയും വിതയ്ക്കുന്നവൻ എന്ന ആ ഗ്രൂപ്പിൽ നമുക്ക് പെടുത്താവുന്നതാണ്. ഇനി വിതയ്ക്കുന്നത് എന്താണ് നമുക്കറിയാം. വിത്ത് എന്ന് പറയുന്നത്, വിതയ്ക്കുന്നവൻ എപ്പോഴും വിത്താണ് വിതയ്ക്കുന്നത്. വിതയ്ക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ വചനമായിരിക്കണം വിതയ്ക്കുന്നത്. പലപ്പോഴും പല പള്ളികളിലും ഉള്ള ചില സഹോദരിമാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അത് ശരിക്കും വചനമൊന്നുമല്ല പറഞ്ഞത്, വേറെ എന്തൊക്കെ കഥകളൊക്കെയാണ് പറഞ്ഞതെന്ന്. അത് അല്ല ശരിയായിട്ടുള്ള ഒരു വിധയല്ല. ദൈവം ആഗ്രഹിക്കുന്നത് എപ്പോഴും തൻ്റെ വചനം എല്ലാവരുടെയും ഹൃദയങ്ങളിൽ എത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിന് ഊന്നിയതായിരിക്കണം നമ്മുടെ എല്ലാ മെസ്സേജുകളും, എല്ലാ ദൂതുകളും. അപ്പോൾ ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ വിതയ്ക്കേണ്ടത്, മറ്റു കഥകളല്ല പറയേണ്ടത്. ദൈവത്തിൻ്റെ വചനം അതിലെന്താണോ അടങ്ങിയിരിക്കുക അതാണ് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ വിതയ്ക്കുന്നവനാരാണ്, വിത്ത് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഈ മണ്ണ് എങ്ങനെയുള്ളതായിരിക്കണം, അല്ലെങ്കിൽ നിലം. ഇവിടെ ഈ ഉപമയിൽ നമ്മൾ 4 തരത്തിലുള്ള നിലങ്ങളെക്കുറിച്ചാണ് കേട്ടത്. എന്നിട്ട് വിവരിച്ചോട്. വിതയ്ക്കുന്നവൻ വചനം വിതയ്ക്കുന്നു. വചനം വിതച്ചിട്ട് വഴിയരികെ വീണത് കേട്ട ഉടനെ സാത്താൻ വന്ന് ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ട വചനം എടുത്തു കളയുന്നതാവുന്നു. അതാണ് 1-ാമത്തെ. അപ്പോൾ ഈ 4 നിലങ്ങൾ എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് 4 തരം കേൾവിക്കാരെയാണ്, അല്ലെങ്കിൽ 4 തരം ഹൃദയങ്ങളെ, അത് സ്വീകരിച്ച ഹൃദയങ്ങളെയാണ്. 4 തരത്തിലുള്ള കേൾവിക്കാരുണ്ട്. ഈ 1-ാമത്തെ കേൾവിക്കാർ, വഴിയരികെ വീണ വിത്തിനെ കുറിച്ച് ശ്രദ്ധിച്ച കേൾവിക്കാരെന്ന് പറയുന്നത്, അവർ കേട്ടു, വചനം ഒരാൾ പ്രസംഗിക്കുന്നത് കേട്ടു. പക്ഷേ പലപ്പോഴും പലതും അവർ ശ്രദ്ധിക്കുന്നില്ല. അവരുടെ മനസ്സിൽ വേറെ പല ചിന്തകളൊക്കെയാണ്. പല കാര്യങ്ങളെക്കുറിച്ചാണ് അവരുടെ ചിന്തകളിങ്ങനെ ഓടുന്നത്. അതിൽ കേന്ദ്രീകരിക്കാതെ, ആ പ്രസംഗത്തിൽ കേന്ദ്രീകരിക്കാതെ, അല്ലെങ്കിൽ ആ വചനം ശരിയായിട്ട് അവരുടെ മനസ്സിലേക്ക് വരാതെ വന്നാലും അവർ അതിനധികം പ്രാധാന്യം കൊടുക്കുക, അതിനേക്കാളും പ്രധാനപ്പെട്ട വേറെ പല കാര്യങ്ങളും ചിന്തിക്കുമ്പോഴേക്കും അതെല്ലാം അവരുടെ ഹൃദയത്തിൽ നിന്നും
പൊക്കളഞ്ഞിരിക്കും. അത് സാത്താൻ, പിശാചിനെയാണ് അവിടെ പറവകൾ എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത്. അത് വേറെ സ്ഥലത്ത് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാത്താൻ വന്ന് അത് അവരുടെ സാത്താൻ, ഇതിൽ തന്നെ പറഞ്ഞ സാത്താൻ വന്ന് അവരുടെ ഹൃദയങ്ങളിൽ നിന്നും അത് എടുത്തു കളയും. കാരണം അവർ അതിൽ അതെന്താണെന്ന് അറിയണം, അതിന് കൂടുതൽ പഠിക്കണം എന്നുള്ള ഒരു താല്പര്യമില്ല. അവർ കേട്ടു, പിന്നെ ഉടൻ തന്നെ അവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ മുഴുകി അതിൽ താല്പര്യം കാണിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ഇത് അതിൽ നിന്ന് പൊക്കളഞ്ഞു. അവരുടെ ഹൃദയത്തിൽ നിന്ന് അതെല്ലാം പിന്നെ പോയിക്കളഞ്ഞു. നമുക്കറിയാം, ഒരു കാര്യം തന്നെ നമ്മൾ ഇന്ന് കേട്ടിട്ട് വന്ന് ചിലപ്പോൾ നാളെ ചോദിച്ചാൽ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതായാലും പലർക്കും ഓർമ്മയുണ്ടാവത്തില്ല. അത് പോയി കഴിഞ്ഞിരിക്കും. അതുകൊണ്ടാണ് ടീച്ചേഴ്സ് പറഞ്ഞത് വീട്ടിൽ ചെന്ന് ഇത് പഠിക്കണം എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് കേട്ടത് നമ്മൾ വീട്ടിൽ ചെന്നൊന്നും കൂടി വായിക്കുമ്പോഴാണ് കുറേ കൂടി നമ്മുടെ മനസ്സിലിരിക്കുന്നത്. അല്ലെങ്കിൽ അത് പോയി പോകും. അതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന 4 തരത്തിലുള്ള കേൾവിക്കാരുടെ കാര്യം. ഇനി രണ്ടാമത്തെ കേൾവിക്കാരൻ എന്ന് പറഞ്ഞാൽ പാറസ്ഥലത്ത് വിതച്ചതാണ്. അങ്ങനെ തന്നെ പാറസ്ഥലത്ത് വിതച്ചത് വചനം കേട്ട ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവർ, എങ്കിലും അവർ ഉള്ളിൽ വേരില്ലാതെ ക്ഷണികന്മാരാകുന്നു. വചനനിമിത്തമോ ഉപദ്രവമോ പീഡയോ ഉണ്ടായാൽ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. ഇതാണ് ഇവരുടെ പ്രശ്നം. അവർ അവിടെ ഇരുന്ന് കേൾക്കും, അയ്യോ ഇത് അത്ര അടിപൊളി പ്രസംഗമാണ്, യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചും യേശുക്രിസ്തു വരുമ്പോൾ കൂടെ നമ്മളെയും കൂടി എടുക്കപ്പെടുന്ന കാര്യമൊക്കെ ഓർക്കുമ്പോൾ അവർക്കങ്ങ് ഭയങ്കര സന്തോഷമായിരിക്കും. എനിക്കിതെങ്ങനെയെങ്കിലും യേശുവിനോടൊപ്പം പോകണം എന്നൊക്കെ ആഗ്രഹിക്കും പലരും. പക്ഷെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാവരുടെയും കയ്യിൽ ഫോണായിരിക്കും. ഫോണെടുത്ത് നോക്കുമ്പോൾ നല്ല കുക്കിങ്ങിൻ്റെ കുറേ വീഡിയോസൊക്കെ കിടക്കുന്നത്. നാളെ എന്തൊക്കെ ഉണ്ടാക്കും അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം, അങ്ങനെ നോക്കും. പിന്നെ നോക്കുമ്പോൾ അവിടുത്തെ വേറെ ഓൺലൈനിൽ ഭയങ്കര സെയിൽസ് നടക്കുന്നു, ഉടനെ അത് നോക്കും. പിന്നെ നമ്മൾ ഇമെയിൽ ചെക്ക് ചെയ്യും, എൻ്റെ മെസ്സേജ്, ഫേസ്ബുക്ക് നോക്കും. എല്ലാമൊക്കെ നോക്കുമ്പോഴേക്കും അവിടെ നിന്ന് കേട്ടിട്ട് വന്ന ആ സന്തോഷത്തിൽ വന്ന അതിനേക്കാൾ സന്തോഷം ഇത് കാണുമ്പോഴേക്കും പിന്നെ അതെല്ലാം അങ്ങ് വിട്ടുപോകുന്നു. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ കേട്ട വചനം അനുസരിക്കാൻ തുടങ്ങുമ്പോൾ അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരും. പലപ്പോഴും ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പലതും മാറ്റിവെക്കേണ്ടി വരുമ്പോൾ അതൊക്കെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാകും. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും അത് പിന്നെ അതിൻ്റെ ആ ശക്തി കുറഞ്ഞ വചനം അവരിൽ വളരാതെ അതങ്ങ് നശിച്ചു പോകുന്നു. ഇനി മൂന്നാമത്തെ നിലം എന്താണ്, അല്ലെങ്കിൽ മൂന്നാമത്തെ കേൾവിക്കാരെന്ന് പറയുന്നത് മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ട വചനത്തിന് എന്താ സംഭവിച്ചു? മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ട വചനം ഇഹലോകത്തിൻ്റെ ചിന്തകളും ധനത്തിൻ്റെ വഞ്ചനയും മറ്റു വിഷയമോഹങ്ങൾ അകത്ത് കടന്ന് വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി തീർക്കുന്നതാകുന്നു. എന്തൊക്കെയാണ് ഇഹലോകത്തിൻ്റെ ചിന്തകൾ? എന്താണ് ഇഹലോകത്തിൻ്റെ ചിന്തകൾ? ഇഹലോകത്തിൻ്റെ ചിന്തകൾ എന്താണ്? നമുക്ക് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ മലയിലെ പ്രസംഗത്തിൽ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, എന്തുടുക്കും, എന്ത് തിന്നും, ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള വറീസാണ് നമ്മുടെ മനസ്സിലെപ്പോഴും. നാളെ ഇനി ഞാൻ എന്തൊക്കെയാണ് കഴിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്, വീട്ടിൽ ആഹാരത്തിന് മണിയില്ല, നല്ല വസ്ത്രം മറ്റുള്ളവർ ധരിക്കുന്നത് പോലെ ധരിക്കാൻ പറ്റുന്നില്ല, അവർ യാത്ര ചെയ്യുന്നത് പോലെ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് കാറുണ്ട്, അവർക്ക് ബൈക്കുണ്ട്, നല്ല വിലയുള്ളതുണ്ട്, ഇതൊന്നും ഞങ്ങൾക്കില്ല. ഇങ്ങനെയുള്ള ചിന്തകളാണ് നമ്മളെ കൂടുതൽ ഭരിക്കുന്നത്. അങ്ങനെയുള്ള ചിന്തകൾ നമ്മളെ ഞെരുക്കുന്നു. അതേപോലെ അതാണ് ഇഹലോകത്തിൻ്റെ ചിന്തകൾ. പിന്നെ നമ്മളെന്താണ്, ധനത്തിൻ്റെ വഞ്ചന. ധനം എങ്ങനെ നമ്മളെ വഞ്ചിക്കുന്നത്? ധനം ഉണ്ടാക്കണം എന്നാഗ്രഹിക്കുന്നവർ പലരും ആർക്കും കൊടുക്കത്തില്ല. കാരണം അവർക്ക് എപ്പോഴും അവരുടെ അക്കൗണ്ടിൽ ഇങ്ങനെ വലിയ എമൗണ്ട് കാണണം. അപ്പോൾ അതെങ്ങനെയെങ്കിലും അത് ഉണ്ടാക്കാൻ, അത് എമൗണ്ട് വലുതാക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ നിലങ്ങൾ വാങ്ങിക്കൂട്ടുന്നവർ കൂടുതൽ വാങ്ങിക്കൂട്ടി എനിക്ക് വലിയ ഒരു പണക്കാരനാകണം എന്നുള്ള ആഗ്രഹത്തിലാണത് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പക്ഷേ യേശുക്രിസ്തു ചോദിക്കുന്ന അവരോട്, മൂടാ, ഇന്ന് നിൻ്റെ ജീവനെ എടുത്താൽ
നീ ഈ സ്വരുക്കൂട്ടിയതിനൊക്കെ എന്താണ് ഫലം എന്ന് യേശുക്രിസ്തു ചോദിക്കുന്നുണ്ട്. ഇതാണ് ധനത്തിൻ്റെ വഞ്ചന. നമ്മളെ വീണ്ടും വീണ്ടും ധനം കൂട്ടാനായിട്ട്, സമ്പാദിക്കാനായിട്ട് നമ്മളെ അതിങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കുന്നേയില്ല, അതൊരു ചതിയാണെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മുടെ ചിന്ത മുഴുവനും യേശുക്രിസ്തു പറയുന്നത്, നിൻ്റെ സമ്പത്ത് എവിടെയാണോ അവിടെയായിരിക്കും നിൻ്റെ ഹൃദയം. ദൈവത്തിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ അകറ്റാനാണ് ഇങ്ങനെയുള്ള ദ്രവ്യാഗ്രഹം നമ്മളിൽ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം. അതാണ് ധനത്തിൻ്റെ വഞ്ചന. അപ്പോൾ അതിൽ പിന്നെ ദൈവത്തിന് പിന്നെ വലിയ സ്ഥാനമില്ല, സ്ഥാനം ധനത്തിനായിരിക്കും. നമുക്കറിയാം, പ്രമാണി യേശുവിൻ്റെ അടുത്ത് നിത്യജീവനെ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു കൊടുക്കുന്നുണ്ട് കൽപ്പന അനുസരിക്കുന്ന കാര്യമൊക്കെ. പക്ഷെ അവസാനം പറയുന്നത്, ഒരു കുറവ് നിനക്കുള്ളത് എന്താണ്? നിനക്കുള്ളത് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുത്തിട്ട് നീ എന്നെ അനുഗമിക്കാമെന്ന്. അതപ്പോൾ അവന് ഭയങ്കര വിഷമമായിരുന്നു. കാരണം അവന് ഒത്തിരി സമ്പത്തുണ്ട്. ഇതെല്ലാം വിറ്റ് കൊടുക്കാമെന്ന് അവൻ നിത്യജീവനേക്കാളും വില കൊടുത്തത് തൻ്റെ സമ്പത്തിനാണ്. അതാണ് ധനത്തിൻ്റെ വഞ്ചന. അപ്പോൾ പിന്നെ ദൈവത്തിൻ്റെ വചനത്തിന് പ്രാധാന്യം ഉണ്ടാവില്ല. പിന്നെ എന്തൊക്കെയാണ്? വിഷയമോഹങ്ങൾ, മറ്റ് മോഹങ്ങളൊക്കെ നമുക്കുണ്ടാകും. അതൊക്കെ അകത്ത് കടന്നിട്ട് നമ്മുടെ വചനത്തെ ഞെരുക്കി ഇല്ലാതാക്കി കളയും. നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ടതിന് എന്താ സംഭവിക്കുന്നത്? നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ട വചനം കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവരാണ് നല്ല മണ്ണിൽ വീണത്. അതാണ് നല്ല മണ്ണിൽ വീണെന്ന് വെച്ചാൽ ആ കേട്ട വചനം അവരങ്ങ് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അവരത് കേട്ടത് സത്യമാണെന്ന് അംഗീകരിച്ചുകൊണ്ട്, അതവരുടെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട്, അതവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് അതിനെ അനുവദിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിനെ അനുവദിക്കുകയാണ് മാറ്റങ്ങൾ ഉണ്ടാകാൻ. അതാണ് വിശ്വസിക്കുന്നവർ, വചനം അംഗീകരിക്കുക. അതാണ് നല്ല കേൾവിക്കാർ. നല്ല നിലം എന്ന് പറയുന്നത് അതാണ്. അങ്ങനെ കേൾക്കുന്നവർ, കേട്ട് അത് വിശ്വസിക്കുന്നവരെയാണ് നല്ല നിലം എന്ന് പറയുന്നത്. പക്ഷെ അവരിൽ 30, 60, 100 മേനി വിളയുന്നു. അപ്പോൾ അതിലും വിളവുണ്ടാകുന്നതിന് ഒരു വേരിയേഷനുണ്ട്. എല്ലാവർക്കും 100 മേനി വിളയുന്നില്ല. അത് ചിലപ്പോൾ അവരുടെ കഴിവനുസരിച്ചായിരിക്കും. നമ്മൾ ഈ വേറെ ഒരു ഉപമയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇന്ന് പഠിക്കാൻ പോകുന്നത്, നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്കും അളന്ന് കിട്ടും, ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവനോട് ഉള്ളതും കൂടെ എടുത്തു കളയും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുണ്ട്. വചനം കേട്ട് അതിനെ വചനത്തിലുള്ള ജ്ഞാനം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ വളരുന്ന വിത്തിനെ കുറിച്ചുള്ള ഉപമയിൽ മിസ്സസ് വൈറ്റ് പറയുന്നുണ്ട്, നമ്മുടെ അവസരങ്ങൾ ഗുണീഭവിക്കുമ്പോൾ, നമ്മുടെ അവസരങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവവചനം പഠിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ, നമുക്ക് ഒത്തിരി സൂം മീറ്റിങ്ങുകളുണ്ട്, അതിൽ ഇരുന്നാലും നമുക്ക് ദൈവവചനം പഠിക്കാൻ പറ്റും. ശാബത്ത് സ്കൂളുണ്ട്, ശാബത്ത് സ്കൂൾ പുസ്തകം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, വചനം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്, അതെല്ലാം നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ അത് പഠിപ്പിക്കാനും ഒക്കെ നമുക്ക് ഓരോ അവസരം കിട്ടുമ്പോഴും നമ്മളത് പ്രയോജനപ്പെടുത്തുമ്പോഴും നമ്മുടെ ജ്ഞാനം വർദ്ധിക്കുകയാണെന്ന് ക്രിസ്തുവിൻ്റെ ഉപമകൾ എന്നുള്ള പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എത്രമാത്രം യൂസ് ചെയ്യുന്നവനാണ് അതനുസരിച്ച് അവൻ്റെ ആ ഫലം 100% 100 മീനിയായിരിക്കും. പക്ഷേ കേട്ട വചനം വിശ്വസിച്ചു, പക്ഷെ എന്നാലും അവരുടേതായിട്ടുള്ള ചില പരിമിതികൾ കൊണ്ടോ എല്ലാം അതിന് തക്കതായിട്ടുള്ള ഒരു ഫലം പുറപ്പെടുവിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കുന്നവരും ഉണ്ട്. നമ്മൾ അറിയാം, ഒരു യജമാനൻ യാത്ര പോകുമ്പോൾ ഒരാൾക്ക് 5 താലന്ത്, ഒരാൾക്ക് 2, ഒരാൾക്ക് 1 വീതം കൊടുക്കാൻ. കാരണം 5 കിട്ടിയവൻ എന്ത് ചെയ്തു? അതിനെ വീണ്ടും ഇരട്ടിച്ചു. 2 കിട്ടിയവനും അതിനെ ഡബിളാക്കി. പക്ഷെ 1 കിട്ടിയവൻ അത് കൊണ്ടുപോയി കുഴിച്ചിട്ടു. അപ്പം അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ഇവർക്ക് 100 മേനി, എല്ലാവർക്കും 100 മേനി ആയില്ല. പക്ഷേ ചിലർക്ക് അത് 30 മേനി, ചിലരിൽ 60 മേനിയായിട്ടും ചിലവരിൽ 100 മേനിയായിട്ടും അതിൻ്റെ ഫലം കണ്ടു. ഈ ഉപമയിൽ നിന്ന് യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, നമ്മൾ 100 മേനി വിളയുന്ന നല്ല നിലം പോലെ ആയിരിക്കുക, നല്ല നിലം പോലെയുള്ള കേൾവിക്കാരാകണം നമ്മൾ. അങ്ങനെയാണോ നമ്മളെന്നൊന്ന് ചിന്തിച്ച് നോക്കുക. ചൊവ്വാഴ്ചത്തെ പാഠത്തിലേക്ക് കടക്കുക. ചൊവ്വാഴ്ചത്തെ പാഠം ഉപമകൾക്കുള്ള കാരണം. നമ്മൾ പറഞ്ഞു, എന്തിനാണ് യേശു ഈ ഉപമകളിലൂടെ സംസാരിച്ചത് എന്ന് നമ്മൾ ചോദിച്ചു. ഇതിൽ വായിക്കാനുള്ള ഭാഗം നമ്മളിപ്പോൾ വായിച്ചതാണ്.
മർക്കോസ് 4:10-12 വരെ. അവൻ തനിച്ചിരിക്കുമ്പോൾ അവനോട് കൂടെയുള്ളവർ 12 പേരുമായിട്ട് വന്ന് ഉപമകളെക്കുറിച്ച് ചോദിച്ചു. അവൻ പറഞ്ഞു, ഞാൻ ദൈവരാജ്യത്തിൻ്റെ മർമ്മം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പുറത്തുള്ളവർക്കോ സകലവും ഉപമകളാൽ ലഭിക്കുന്നു. അവർ മനം തിരിയാതെയും അവർ ക്ഷമിക്കാതെ ഇരിക്കത്തക്കവണ്ണം അവർ കണ്ടിട്ട് അറിയാതിരിക്കുവാനും കേട്ടിട്ട് ഗ്രഹിക്കാതിരിക്കുവാനും സംഗതി വരും. യേശു അങ്ങനെ ആക്കി തീർക്കുന്നില്ല, അവരങ്ങനെ സംഗതിയായിത്തീരും. അവർക്ക് ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നവർ യേശുവിൻ്റെ അടുത്ത് വരും. പക്ഷെ അവർക്ക് അങ്ങനെ വേണ്ട എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് അങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ യേശു പറഞ്ഞിരിക്കുക, എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു ഈ ഉപമ പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം. ഈ ദൈവരാജ്യം എന്ന് പറയുന്ന എല്ലാ ഉപമയിലും സ്വർഗരാജ്യം തന്നെ മണവാളിന് വേണ്ടി വിളക്കുമേന്തി കാത്തിരുന്ന 10 കന്യമാരോട് സദൃശ്യം, സ്വർഗരാജ്യം തൻ്റെ മകൻ്റെ കല്യാണ സദ്യ ഒരുക്കിയ പിതാവിനോട് സദൃശ്യം എന്ന് അങ്ങനെ ഓരോ ഉപമയും ഓരോന്നിനോട് സാദൃശ്യമായിട്ട് ആണ് ദൈവം അരുളി ചെയ്തത്. അപ്പോൾ എല്ലാത്തിനും ദൈവരാജ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ സ്വർഗരാജ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ സ്വർഗരാജ്യം എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അതിനെക്കുറിച്ച് അവരോട് നേരിട്ട് പറഞ്ഞു കൊടുത്താൽ അവർക്കത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അവർ കാണുന്ന സാധനമൊന്നുമല്ല. അപ്പോൾ അത് എങ്ങനെയാണ് അവർക്ക് ഗ്രഹിപ്പിക്കുക? അവരുടെ കൺമുൻപിൽ കാണുന്ന വസ്തുക്കളെ വെച്ചാണ് യേശുക്രിസ്തു അത് ഉപമകളായിട്ട് അരുളി ചെയ്തത്. അവരുടെ കാഴ്ചയിൽ കാണുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് അരുളി ചെയ്തു. കാണാത്തതിനെ മനസ്സിലാക്കാൻ വേണ്ടി കാണുന്നതിലൂടെ അവർക്ക് ഉപമകളായിട്ട് പറയും. വേറെ ചില ഇതിൻ്റെ കാരണങ്ങളുണ്ട്. അത് നമുക്കിതിൽ നിന്ന് പഠിക്കാം. എന്തിനാണ് ആ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം. അപ്പോൾ ഉപമകളിലൂടെ അരുളി ചെയ്യുന്നത് എന്തിനാണെന്നുള്ള ഒന്നാമത്തെ റീസൺ. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 34 തുടങ്ങി 35 വരെയുള്ള വാക്യങ്ങൾ. ഇതൊക്കെയും യേശു പുരുഷാരത്തോട് ഉപമകളായി പറഞ്ഞു. ഉപമ കൂടാതെ അവൻ അവരോട് ഒന്നും പറഞ്ഞില്ല. ഞാൻ ഉപമ പ്രസ്താവിക്കാൻ വായ് തുറക്കും, ലോകസ്ഥാപനം മുതൽ ഗൂഢമായത് ഉച്ചരിക്കും എന്ന് പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് തന്നെ എന്തിനാണ്? ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെ നീക്കുവാനല്ല, ഞാൻ നിവർത്തിപ്പാനാണ് വന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രവചനത്തിൽ എന്തൊക്കെയോ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം പൂർത്തീകരിക്കാനായിട്ടാണ് യേശുക്രിസ്തു വന്നത്. അത് യേശു വന്ന് പൂർത്തീകരിച്ചില്ലായിരുന്നെങ്കിൽ ആ പ്രവചനങ്ങളൊക്കെ ഇപ്പോഴും ഇൻകംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുമായിരുന്നു, മുഴുമിപ്പിക്കാത്തതായിട്ട് പൂർണ്ണത വരാത്തതായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ യേശുക്രിസ്തു വന്നത് എല്ലാം പൂർത്തീകരിക്കാനായിട്ടാണ്. അപ്പോൾ ഈ ഒരു പ്രവചനം ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് യേശുവിനെ കുറിച്ച്. എന്താണ്? ഞാൻ ഉപമ പ്രസ്താവിക്കാൻ വായ് തുറക്കും, ലോകസ്ഥാപനം മുതൽ ഗൂഢമായത് ഉച്ചരിക്കുന്നു പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാനായിട്ടാണ്. അപ്പോൾ ഒന്നാമത്തെ റീസൺ, യേശുക്രിസ്തു ഉപമകൾ അരുളി ചെയ്തതിന് ഒന്നാമത്തെ കാരണം എന്താണ്? പ്രവചനം നിവൃത്തിയാകുവാനായിട്ടാണ്. ആ കേൾവിക്കാരുടെ അവസ്ഥ അവർ തിരിച്ചറിയേണ്ടതിന്, കേൾവിക്കാരുടെ അവസ്ഥ തിരിച്ചറിയാനായിട്ട് അവരുടെ മാനസികമായ അവസ്ഥ എന്താണ്? അതിൻ്റെ വാക്യം നമുക്ക് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 13-15 വരെയുള്ള വാക്യം എടുക്കാം. ഇവർ 13 അതുകൊണ്ട് അവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെ ഇരിക്കയാൽ ഞാൻ ഉപമകളായി അവരോട് സംസാരിക്കുന്നു. നിങ്ങൾ ചെവിയാൽ കേൾക്കും, ഗ്രഹിക്കയില്ലതാനും, കണ്ണാൽ കാണും, ദർശിക്കയില്ലതാനും. ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു, കണ്ണടച്ചിരിക്കുന്നു. അവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് തന്നെ. അപ്പോൾ ഇതാണ് ഓരോ കേൾവിക്കാരുടെ കണ്ടീഷൻ എന്താണെന്ന് അവരെ മനസ്സിലാക്കാനായിട്ടാണ് യേശു ഈ ഉപമകൾ പറഞ്ഞത്. കേട്ടിട്ട് കേൾക്കാതെയും കണ്ടിട്ട് കാണാതെയും ഇരിക്കുക, അങ്ങനെയുള്ളവരാണോ നമ്മളെന്ന് തിരിച്ചറിയാൻ. മൂന്നാമത്തെ കാരണം, ആ ഉപമയിൽ ആരെക്കുറിച്ചാണോ പറഞ്ഞിരിക്കുന്നത് അവരുടെ അത് ഞങ്ങളെക്കുറിച്ചാണ്, ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെയുള്ളവരാണല്ലോ എന്നവർക്ക് തിരിച്ചറിയാനായിട്ടാണ്. അത് നമുക്ക് മത്തായിയുടെ സുവിശേഷം 21:45 വായിക്കാം. അവൻ്റെ ഉപമകളെ മഹാപുരോഹിതന്മാർ പരീശരും കേട്ട് തങ്ങളെ കൊണ്ട് പറയുന്നു എന്നറിഞ്ഞു. അവർ തിരിച്ചറിയണം, ഇത് അവർക്കുള്ള ദൂതാണ്, അവരെക്കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഉപമയായിട്ട് പറഞ്ഞത്. നാലാമത്തെ കാരണം എന്ന് പറയുന്നത്,
എന്താണ്, നിഗൂഢമായതിനെ മറഞ്ഞിരിക്കുന്നതിന് വെളിപ്പെടുത്താനും കൂടിയാണ് യേശുക്രിസ്തു ഉപമകളായിട്ട് പറഞ്ഞത്. അത് നമുക്ക് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 35-ാമത്തെ വാക്യം, ഞാൻ ഉപമ പ്രസ്താവിക്കുവാൻ വായ് തുറക്കും, ലോകസ്ഥാപനം മുതൽ ഗൂഢമായത് ഉച്ചരിക്കും. ലോകസ്ഥാപനം മുതൽ പലതും നമുക്ക് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അതെല്ലാം വെളിവാക്കാൻ വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു ഉപമകളിലൂടെ പറഞ്ഞത്. ഇനി 5-ാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത്, അത് നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിലുണ്ട്. 4:33, അവൻ ഇങ്ങനെ പല ഉപമകളിൽ അവർക്ക് കേൾക്കുവാൻ കഴിയുന്നത് പോലെ അവരോട് വചനം പറഞ്ഞു പോന്നു. അപ്പോൾ ഓരോരുത്തർക്കും അനുയോജ്യമായ രീതിയിൽ ആ ദൂത് എല്ലാവർക്കും കേൾക്കാൻ അനുയോജ്യമായ രീതിയിലാണ് പറഞ്ഞത്. അവർക്ക് അത് ഗ്രഹിക്കാൻ പറ്റുന്ന രീതിയിലാണ് അവൻ പറഞ്ഞത്. ഓരോ ഗ്രൂപ്പിലുള്ള ആൾക്കാർ, ഇപ്പോൾ മുക്കുവന്മാരുണ്ടാകും, അതുപോലെ അടുക്കളയിൽ ജോലി ചെയ്യുന്നവരുണ്ടാകും, അല്ലാതെ വലിയ ചുങ്കക്കാർ, അങ്ങനെയുള്ളവരുണ്ടാകും. അപ്പോൾ ഓരോരുത്തർക്കും കേൾക്കാൻ കഴിയുന്നത് പോലെയുള്ള ഉപമകളിലൂടെയാണ് യേശുക്രിസ്തു അരുളി ചെയ്തത്. ഇനി ബുധനാഴ്ച നമ്മൾ നോക്കുമ്പോൾ അടുത്ത ഒരു ഉപമയെക്കുറിച്ചാണ് അതിൽ പറയുന്നത്. ആ പാഠഭാഗത്ത് മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിലെ അടുത്ത ഉപമ എന്ന് പറഞ്ഞാൽ വിളക്കിനെ കുറിച്ചാണ്. അത് നമുക്ക് എവിടെ വായിക്കാം? വിളക്ക് 21-ാമത്തെ വാക്യം, പിന്നെ അവൻ അവരോട് പറഞ്ഞത്, വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലോ കട്ടിൽ കീഴിലോ വയ്ക്കാറുണ്ടോ? വിളക്ക് തണ്ടിന്മേലല്ലയോ വയ്ക്കുന്നത്? വെളിപ്പെടുവാനുള്ളതല്ലാതെ ഗൂഢമായത് ഒന്നുമില്ല, വെളിച്ചത്ത് വരുവാനുള്ളതല്ലാതെ മറവായത് ഒന്നുമില്ല. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. എല്ലായിടത്തും കേൾവിയാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ഓരോന്ന് കേൾക്കുമ്പോഴും, വചനം വായിക്കുമ്പോഴും നമ്മൾ കേൾക്കുകയാണ് ചെയ്യുന്നത്. കേൾക്കാൻ എന്ന് വെച്ചാൽ അതെല്ലാം മനസ്സിലാക്കാൻ ആഗ്രഹമുള്ളവരായിട്ട് നമ്മൾ ഇരിക്കണം എപ്പോഴും. അപ്പോൾ ഇവിടെ വിളക്കിൻ്റെ ഉപമയാണ്. വിളക്ക് കത്തിച്ചിട്ട് നമ്മൾ എവിടെ വയ്ക്കാൻ പാടില്ല? പറയിൻ കീഴിലോ കട്ടിൽ കീഴിലോ വെക്കാറുണ്ടോ? വിളക്ക് നമുക്കറിയാം എന്താണെന്ന്, അല്ലേ? യേശുക്രിസ്തു യോഹന്നാൻ 8:12 ഇങ്ങനെ പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറയുന്നുണ്ട്. അതേപോലെ മലയിലെ പ്രസംഗത്തിൽ യേശു പറയുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ വിളക്ക് എന്താണെന്ന് മനസ്സിലായി. എന്താണ് വിളക്കെന്ന് പറഞ്ഞാൽ? അന്ധകാരത്തെ നീക്കാനായിട്ട്, അറിവില്ലായ്മയുടെ അന്ധകാരത്തിൽ അല്ലെങ്കിൽ പാപത്തിൻ്റെ അന്ധകാരത്തിലായിരുന്ന ജനങ്ങൾക്ക് വെളിച്ചമാകുവാനായിട്ടാണ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന്. ഇരുട്ടിൽ കഴിഞ്ഞിരുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞ യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇരുട്ടിലായിരിക്കും, പാപത്തിൻ്റെ അന്ധകാരത്തിൽ, അറിവില്ലായ്മയുടെ അന്ധകാരത്തിലായിരിക്കുന്ന ജനങ്ങൾക്ക് എന്താണ് സത്യമെന്ന് വെളിപ്പെടുത്തി കൊടുക്കാനാണ് യേശുക്രിസ്തു കൃപയും സത്യവും നിറഞ്ഞവനായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നത്. യേശുക്രിസ്തുവാണ് ഏറ്റവും വലിയ സത്യം എന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞ് അതിലൂടെ രക്ഷ പ്രാപിക്കുവാനായിട്ട് ആണ് യേശുക്രിസ്തു വന്നത്. അതാണ് യേശുവിനെ ലോകത്തിൻ്റെ വെളിച്ചം, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് യേശു പറഞ്ഞു. ആ യേശുവിനെ സ്വീകരിക്കുന്ന നമ്മളെല്ലാവരും എന്താകും? ലോകത്തിൻ്റെ വെളിച്ചങ്ങളായി നമുക്ക് മാറാനായിട്ട് സാധിക്കും. എല്ലാവർക്കും വെളിച്ചം കൊടുക്കുന്നവരായി തീരാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്കും ആ വെളിച്ചമുണ്ട്. യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിയുമ്പോൾ യേശുവിൻ്റെ വെളിച്ചം നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞു. പക്ഷെ സ്വീകരിച്ചവർ അതെവിടെയാണ് വയ്ക്കുന്നത്? പറയിൻ കീഴിൽ വെച്ചാൽ എല്ലാവരും കാണത്തില്ല, അല്ലെങ്കിൽ കട്ടിലിൻ കീഴിൽ വെച്ചാലും കാണാറില്ല. ഈ രണ്ട് കാര്യം പറയാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, പറ എന്ന് പറയുന്നത് നമുക്കറിയാം, അല്ലേ? അത് ഒരു അളവ് പാത്രമാണ് പറ. പണ്ടൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു പറ. കാരണം മിക്ക വീടുകളിലും കൃഷിയുണ്ടായിരുന്നു. ഞങ്ങൾക്കും അനുഭവമുള്ളതാണ്. കൃഷിയുണ്ടായിരുന്നു. നെല്ലെല്ലാം കൊണ്ടുവന്ന് വീട്ടിലിട്ട് മെതിക്കാനായിട്ട് സ്ത്രീകളൊക്കെ വന്ന് മെതിക്കുന്നതും, എന്നിട്ട് ഇതിൽ അളക്കുന്നത് ഈ പറ എന്ന് പറയുന്ന സാധനത്തിലാണ്. പറ എനിക്ക് ഓർമ്മയുണ്ട്. ഇടങ്ങഴി എന്ന് പറയുന്ന ഒരു സാധനം ഓർമ്മയുണ്ട്. പിന്നെ നാഴി, ഇതൊക്കെ അന്നത്തെ അളവ് പാത്രങ്ങളായിരുന്നു. ഇടങ്ങഴിയും നാഴിയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഉള്ള പലർക്കും അതറിയത്തില്ല. പറയും കണ്ടിട്ടുള്ളതാണ്.
അപ്പോൾ ഈ പറ എന്ന് പറയുന്നത് വലിയൊരു പാത്രമാണത്. പറ, നാഴി എന്ന് പറഞ്ഞാൽ ചെറുത്, അതിനേക്കാളും വലുതാണ് ഇടങ്ങഴി എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഈ പറ എന്ന് പറഞ്ഞാൽ അതിലും വലുത്. അപ്പോൾ പറയുടെ കീഴിൽ ഈ വിളക്ക് വെച്ചാൽ പിന്നെ ആർക്കും വെളിച്ചം കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് യേശുവിനെ പറയുടെ കീഴിലല്ല വെക്കേണ്ടത്. അപ്പോൾ പറ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ എന്തിനാണ് കാണിക്കുന്നത്? നമ്മുടെ ബിസിനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ വർക്കിംഗ് പ്ലേസിനെ, നമ്മൾ ചെയ്യുന്ന നമ്മുടെ ജോലിയെയാണ് അത് കൂടുതലായിട്ടും സൂചിപ്പിക്കുന്നത്. നമ്മുടെ വർക്കിംഗ് പ്ലേസിൽ നമ്മളെങ്ങനെയായിരിക്കും? കാരണം ഇപ്പോഴും ഒരു വീടുകളിലൊന്നും പറയുള്ളതില്ല, പക്ഷേ അത് ബിസിനസ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ ജോലി സമ്പാദിച്ച് നമ്മൾ വരുമാനം ഉണ്ടാക്കുന്ന അത് ഏത് ജോലിയെ അത് ഉദ്ദേശിക്കാം. അപ്പോൾ നമ്മൾ ഈ വർക്കിംഗ് പ്ലേസിൽ നമ്മൾ നമ്മുടെ ലൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ വെളിച്ചം മറ്റുള്ളവർക്ക് കാണിക്കുന്നുണ്ടോ, അതോ അതിങ്ങനെ മറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്? നമ്മൾ ഏത് വർക്ക് ചെയ്യുന്ന നമ്മുടെ സ്ഥലത്തായാലും നമ്മൾ മറ്റുള്ളവർക്ക് പ്രകാശമായി മാറുന്നുണ്ടോ എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മറ്റുള്ളവരിൽ എന്തെങ്കിലും അവരുടെ ബലഹീനതകളിലോ എന്തെങ്കിലും തെറ്റുകളൊക്കെ ചെയ്താൽ അല്ലെങ്കിൽ പറഞ്ഞാൽ അതൊക്കെ നമുക്ക് സ്നേഹത്തോടെ, അത് അങ്ങനെയല്ല, ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, നമ്മൾ എല്ലാവരും ദൈവമക്കളായ നമ്മൾ അങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നെല്ലാം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? നമ്മളും അതുപോലെ നമ്മുടെ ലൈഫിൽ നമ്മുടെ സംസാരത്തിലൂടെയൊക്കെ നമ്മൾ ദൈവമക്കളാണെന്ന് എല്ലാവർക്കും തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതാണ് പറയിൻ കീഴിൽ വയ്ക്കുക എന്ന് പറയുന്ന വിളക്ക്. നമുക്ക് വെളിച്ചമുണ്ടെങ്കിൽ അത് കാണണം, എല്ലാവരും അറിയണം. നമ്മുടെ സ്വഭാവത്തിലൂടെ, നമ്മുടെ സംസാരത്തിലൂടെ എല്ലാം നമ്മളറിയണം, യേശുവിൻ്റെ പ്രകാശം എനിക്ക് ലഭിച്ചു, ഞാനും ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് പറയാനായിട്ട് നമുക്ക് കഴിയണം. അതുപോലെ കട്ടിൽ കീഴ് കാണിക്കുന്നത് എന്താ? കട്ടിൽ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? സാധാരണ റെസ്റ്റ് എടുക്കാൻ അല്ലെങ്കിൽ ഉറങ്ങാൻ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ ഈ സദൃശ്യവാക്യങ്ങളിലൊരു കാര്യം വായിക്കുന്നുണ്ട്. എന്താണ്? കുറേ കൂടി നിദ്ര, കുറേ കൂടി കൈകെട്ടി കിടക്കുക എന്നൊക്കെ പറയുന്നത് എന്ന് വെച്ചാൽ അലസന്മാരുടെ ഒരു സ്വഭാവത്തെയായിട്ട് കാണിക്കുന്നുണ്ട്. കൂടുതൽ സമയം ഉറങ്ങാൻ ഇഷ്ടപ്പെടുന്നവർ, വെറുതെ എപ്പോഴും കിടക്കാൻ ആഗ്രഹിക്കുന്നത്, അതൊക്കെ ഒരു അലസതയുടെ ലക്ഷണങ്ങളാണ്. അപ്പോൾ അത് തന്നെയല്ല, അതെപ്പോഴും നമ്മുടെ വീട്ടിലുള്ള സാധനമാണ്. കട്ടിലെന്ന് പറയുന്ന വീട്ടിലുള്ള സാധനം. അപ്പം നമ്മൾ വീട്ടിലായാലും നമ്മൾ അതിൻ്റെ അടിയിലാണ് നമ്മുടെ വിളക്ക് വെച്ചിരിക്കുന്നതെങ്കിൽ നമ്മുടെ നല്ല വെളിച്ചം വീട്ടിലുള്ളവർക്കും കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ വീട്ടിലുള്ള എല്ലാവരെയും അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നയിക്കാനുള്ളവരായിത്തീരണം നമ്മളെല്ലാവരും. നമ്മുടെ വർക്ക് സ്ഥലത്തുള്ളവരായാലും നമ്മുടെ വീട്ടിലുള്ളവരായ സഭയിലുള്ള എല്ലാവരെയും അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ ഗുണങ്ങളെ ഘോഷിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ. അപ്പോൾ ആ വെളിച്ചം, നമുക്ക് ലഭിച്ച വെളിച്ചത്തെ നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മൾ അവൻ്റെ ഗുണങ്ങളെ മറ്റുള്ളവർക്ക് ഘോഷിക്കുന്നവരായി തീരുക. അപ്പോൾ അതാണ് ഈ ഉപമയിലൂടെ യേശുക്രിസ്തു പറഞ്ഞത്. ഈ വിളക്ക് എപ്പോഴും വിളക്ക് തണ്ടിന്മേലാണ്, എല്ലാവർക്കും വെളിച്ചം കാണത്തക്ക രീതിയിലായിരിക്കും വിളക്കുണ്ടായിരിക്കേണ്ടത്. അപ്പോൾ ആ ഉപമയിലൂടെ യേശുക്രിസ്തു ഇതാണ് നമ്മളോട് അരുളി ചെയ്യുന്നത്. അതേപോലെ ഒരു ഉപമയും കൂടി ബുധനാഴ്ച പാഠത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അളക്കുന്ന അളവെന്ന് പറയുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്കും അളന്ന് കിട്ടും, അധികമായും കിട്ടും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾ എങ്ങനെയാണോ അളക്കുന്നത് അതനുസരിച്ച് നിങ്ങൾക്കും കിട്ടും, അധികമായും കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവനോടോ എടുത്തു കളയുകയും ചെയ്യും. അപ്പോൾ ഇവിടെ യേശു എന്താണ് പറയുന്നത്? യേശു ശരിക്കും പറഞ്ഞാൽ യാചിക്കുന്ന എല്ലാവർക്കും കൊടുക്കാൻ ആഗ്രഹിക്കുന്ന, മുട്ടുവിൻ തുറക്കപ്പെടും, യാചിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. നമ്മൾ യാചിക്കുവാണെങ്കിൽ ദൈവം എല്ലാം തരാനായിട്ട് റെഡിയായിട്ടിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ യേശുവിനനുസരിച്ചിട്ടുള്ള ഒരു ജീവിതമാണ് നയിക്കുന്നത്. യേശു വീണ്ടും അധികമായിട്ട് തരുമെന്ന് പറഞ്ഞേ. എന്താണ്? അളന്ന് കിട്ടും, അധികമായി കിട്ടും. അത് വേറൊരു സ്ഥലത്ത് ഇങ്ങനെ വായിക്കുന്നുണ്ട്. ലൂക്കോസ് 6:38 നമുക്ക് വായിക്കാം. അതിൽ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്.
കൊടുക്കുവിൻ എന്നാൽ നിങ്ങൾക്കും കിട്ടാം. അമർത്തി കുലുക്കി കവിയുന്നൊരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്ന് കിട്ടും. അപ്പോൾ കൊടുക്കുവിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അമർത്തി കുലുക്കി, ഞാൻ ഒരു നമ്മുടെയൊക്കെ ഓഫീസുകളിലൊക്കെ വെള്ളം കുടിക്കാനായിട്ട് വെച്ചിരിക്കുന്ന ഒരിതുണ്ട്. അത് ഒരു സിലിണ്ടർ പോലെ ഇരിക്കും. എന്നിട്ട് അതിൽ ഈ വെള്ളത്തിൻ്റെ ജാറ് കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത്. ആ ജാറിൽ നിന്നാണ് വെള്ളം അതിലേക്ക് വരുന്നത്. അപ്പോൾ ആ സിലിണ്ടറിലേക്ക് വെള്ളം വരണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? അതിൽ നിന്ന് പോകണം. പുറത്തേക്ക് പോകുന്നതിനനുസരിച്ചാണ് അതിലേക്ക് വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത്. പുറത്തേക്ക് അത് പോകുന്നില്ല എങ്കിൽ അതിന് വീഴാൻ പറ്റത്തില്ല വെള്ളത്തിന്. ഇതുപോലെ തന്നെയാണ് ദൈവം നമുക്ക് തരണമെങ്കിൽ നമുക്ക് കിട്ടിയത് നമ്മൾ കിട്ടുന്ന വെച്ചാൽ നല്ലതായിട്ട് ദൈവം തരും നമുക്ക്. എന്താണ്? പക്ഷെ അത് നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചാണ് കേട്ടോ നമുക്ക് കൂടുതൽ തരുന്നത്. അമർത്തി നമ്മളിപ്പോൾ ഒരു സാധനം കൂടുതൽ വേണം, കൂടുതൽ ഒരു സാധനത്തിൽ ഒരു പാത്രത്തിൽ നിറയ്ക്കണമെങ്കിൽ നമ്മൾ അമർത്തി ഇങ്ങനെ വെക്കാറുണ്ട് പലതും. അപ്പോൾ അമർത്തി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അതിനകത്ത് നിറയ്ക്കാനായിട്ട് പറ്റും, അമർത്തി വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ചിലപ്പോഴൊക്കെ നമ്മളത് കുലുക്കിയിട്ട് ഏതെങ്കിലും ബോട്ടിലൊക്കെ നമ്മൾ ഇടുവാണെങ്കിൽ കൂടുതൽ സാധനങ്ങൾ ഇടാൻ വേണ്ടി നമ്മളൊന്ന് കുലുക്കുമ്പോൾ അതിലിട്ട സാധനമൊക്കെ കുറേ കൂടി റെഡിയായി കുറച്ചും കൂടി സ്പേസ് അതിൽ വരും. അപ്പം അങ്ങനെ അതാണ് അമർത്തി കുലുക്കി കൊടുക്കുമെന്നാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കൊടുത്താലേ നമ്മൾക്ക് കിട്ടുള്ളൂ. കൊടുക്കുവിൻ എന്നാൽ നിങ്ങൾക്കും കിട്ടും. ആ വാട്ടർ ജാറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ അതിൽ നിന്ന് വെള്ളം വരണമെങ്കിൽ, മേളിൽ കമഴ്ത്തി വെച്ചിരിക്കുന്ന അതിൽ നിന്ന് വെള്ളം വരണമെങ്കിൽ താഴെയുള്ള ടാപ്പിൽ നിന്ന് അത് വെളിയിലേക്ക് പോയാലേ വരാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും, നിറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവനോട് ഉള്ളതും കൂടെ എടുത്തു കളയും. ഇത് തന്നെയാണ് ആ താലന്തിൻ്റെ ഉപമയിൽ നമ്മൾ നേരത്തെ ഞാനത് മെൻഷൻ ചെയ്തു. 5 താലന്ത് കിട്ടിയവനും 2 താലന്ത് കിട്ടിയവനും 1 താലന്ത് കിട്ടിയവനും അത് നഷ്ടപ്പെടാതിരിക്കാനാണ് 1 താലന്ത് കിട്ടിയവൻ അത് കുഴിച്ചു വെച്ചത്. പക്ഷേ യജമാനൻ വന്നിട്ട് അത് എടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ കഴിവുകൾ മറ്റുള്ളവർക്ക് പ്രയോജനകരമാകുന്ന വിധത്തിൽ അത് വർദ്ധിപ്പിക്കുക, നമ്മുടെ തന്നെ പ്രയോജനമായിട്ട് വർദ്ധിപ്പിക്കുകയും അത് മറ്റുള്ളവർക്കും കൂടെ അത് ഗുണമായിട്ട് തീരത്തക്ക വിധത്തിൽ നമ്മളത് വിനിയോഗിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമുക്ക് കൂടുതലായിട്ട് നൽകുമെന്നാണ് ഈ ഉപമയിലൂടെ നമ്മളെ ദൈവം പഠിപ്പിക്കുന്നത്. അടുത്ത ഉപമ, ഒരു ഉപമയും കൂടെ നമുക്ക് പഠിക്കാൻ, അല്ല 2 എണ്ണം കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് വളരുന്ന വിത്ത്, അത് 2ഉം കൂടി ഒന്നിൽ തന്നെയാണ്. കടുകുമണിയുടെ ഉപമയും ഇതിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, വ്യാഴാഴ്ചത്തെ പാഠത്തിൽ. വളരുന്ന വിത്ത്, ആ ഉപമ നമ്മൾ വായിക്കുന്നത് 26-ാമത്തെ വാക്യം. പിന്നെ അവൻ പറഞ്ഞത്, ദൈവരാജ്യം ഒരു മനുഷ്യൻ മണ്ണിൽ വിത്തെറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റുമിരിക്കെ അവൻ അറിയാതെ വിത്ത് മുളച്ചു വരുന്നത് പോലെ ആകുന്നു. ഭൂമി സ്വയമായി മുമ്പേ ഞാറും പിന്നെ കതിരും പിന്നെ കതിരിൽ നിറഞ്ഞ മണി ഇങ്ങനെ വിളയുന്നു. ധാന്യം വിളയുമ്പോൾ കൊയ്ത്തായതുകൊണ്ട് അവൻ ഉടനെ അരിവാൾ അയക്കുന്നു. അപ്പോൾ ഇതാണ് ഈ ഉപമ. ഇത്രയേ ഉള്ളൂ, വളരെ ചുരുങ്ങിയ വാക്കുകളിലാണ് മർക്കോസ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഒരു ഉപമയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതിൽ വിതയ്ക്കുന്നവൻ എന്നല്ല പറഞ്ഞത്, ഒരു മനുഷ്യനാണ് വിത്ത് വിതയ്ക്കാൻ പോയിരിക്കുന്നത്, ഒരു മനുഷ്യൻ. അപ്പോൾ ഈ മനുഷ്യൻ വിത്ത് എറിഞ്ഞ ശേഷം അയാൾ നോക്കിയിരിക്കുകയാണ്, രാവും പകലും ഉറങ്ങി എഴുന്നേറ്റ് നോക്കി. പക്ഷെ അവൻ അറിയാതെയാണ് വിത്ത് മുളച്ച് വരുന്നത്. നമ്മുടെ മാസ്റ്റർ സോവർ അല്ലെങ്കിൽ ഏറ്റവും നല്ല വിതക്കാരനായ യേശുക്രിസ്തു ഇതല്ല. കാരണം യേശുക്രിസ്തു അറിയാതെ ഒരു വിത്തും മുളയ്ക്കത്തില്ല. യേശുവാണ് ജീവൻ്റെ ഉറവിടം. മറ്റുള്ളവർക്ക് പിതാവിൽ നിന്നുള്ള ജീവൻ അത് മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യുന്നത് യേശുക്രിസ്തുവാണ്. അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനുമായിട്ടാണ് യേശുക്രിസ്തു വന്നതെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാത്തിലും, എല്ലാ സസ്യജാലങ്ങളിലും ജീവൻ മുളയ്ക്കുന്നത് ഒരു മനുഷ്യനും അറിയാൻ സാധിക്കത്തില്ല. അതാണ് അയാളത്ര നോക്കിയിരുന്നിട്ട് അവൻ അറിയാതെ വിത്ത് മുളച്ച് വളരുന്നത് പോലെയാണ്. അവനറിയത്തില്ല. അവന് ചെയ്യേണ്ടത് വിതയ്ക്കുക,
പിന്നെ വളരാൻ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ അതെങ്ങനെയാണ് മുളയ്ക്കുന്നതെന്ന് അവന് ഒന്നും അറിയത്തില്ല. നമുക്കാർക്കും അതറിയത്തില്ല. അത് ദൈവത്തിൻ്റെ പ്രവർത്തനം മാത്രമാണ്. ദൈവം അതിൽ വെച്ചിട്ടുണ്ട്. ബീജാങ്കുരണം എന്ന് പറയുന്ന ഒരു ബീജം. നമ്മുടെ വീട്ടിലുള്ള ഒരു പയർ മണി എടുത്താലും നമ്മുടെ വീട്ടിൽ ടിന്നിൽ അടച്ചു വെച്ചിരുന്നാൽ അതൊരിക്കലും മുളയ്ക്കത്തില്ല. നമ്മളത് വെളിയിലെടുത്ത് വെച്ചാലും മുളയ്ക്കത്തില്ല, അത് അങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ. പക്ഷെ നമ്മൾ അതിനെ ഒന്ന് കുതിർത്തെടുത്ത് നോക്കും. വെള്ളത്തിൽ കുതിർത്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, രാത്രി മുഴുവൻ കുതിർത്ത് വെച്ച് രാവിലെ നമ്മളെടുത്ത് അതിൻ്റെ വെള്ളം എല്ലാം ഊറ്റിക്കളഞ്ഞ് അരിപ്പയിലോ ഒരു തുണിയിലോ അത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം കഴിയുമ്പോഴേക്കും അതിലിങ്ങനെ പൊട്ടി മുള വരാനായിട്ട് തുടങ്ങും. അപ്പോൾ അതിനകത്ത് ജീവനുണ്ട്, വിത്തിൽ ജീവനുണ്ട്. ദൈവം കൊടുത്തിരിക്കുന്ന ജീവൻ, അന്ന് ദൈവം സൃഷ്ടിച്ചപ്പോൾ കൊടുത്ത ജീവൻ അതിലുണ്ട്. പക്ഷെ അത് മുളച്ച് വരണമെങ്കിൽ അതിൽ ഇത് വരണം, അതിന് ആവശ്യമുള്ള സാഹചര്യങ്ങൾ ഒരുക്കണം. അത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ മുള വരുന്നത് ദൈവത്തിൻ്റെ പണിയാണ്. അപ്പോൾ അങ്ങനെയാണ് വിത്ത് വിതയ്ക്കുന്ന ആൾ അറിയുന്നില്ല അത് മുളച്ച് വരുന്ന കാര്യം. അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക മാത്രമാണ് അയാൾ ചെയ്യുന്നത്. എന്നിട്ടത് വളരുന്നത് എങ്ങനെയാണ്? അതിലാദ്യമേ ഭൂമിയിൽ എങ്ങനെയാണ് അത് വളരുന്നത്? ആദ്യം ഞാറെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് അറിയില്ലായിരിക്കും. പണ്ട് ഉള്ള നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ തലമുറയിലുള്ളവർക്കൊക്കെ ഞാറ് നടുക അതൊരു ജോലിയാണ്. ആദ്യം നെല്ലൊക്കെ വിതയ്ക്കും, അങ്ങനെ അങ്ങ് വിതയ്ക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വേറൊരു സമയം അത് ഇങ്ങനെ മുളച്ച് വന്നു കഴിയുമ്പോഴാണ്, അതൊരു പ്രത്യേക ദിവസമാണ് ഞാറ് നടൽ. അതിന് കുറേ സ്ത്രീകളിങ്ങനെ വരും. എന്നിട്ട് അവർ ഈ ഓരോ മുളച്ച് വന്ന ചെടിയെ പറിച്ച് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ വ്യത്യസ്തമായിട്ട് ഇങ്ങനെ നടും. അതാണ് ഞാറ് നടി. അപ്പം ഞാറെന്ന് പറയുന്നത് ആദ്യത്തെ ബ്ലേഡ്, ആദ്യമായിട്ട് കാണുന്ന ഇല, അതാണ് ഞാറ്. ചെറിയ സസ്യം. അതിന് എന്തുണ്ടാകില്ല, കതിരുണ്ടാകില്ല, കതിർമണികൾ ഒന്നും അതിൽ കാണത്തില്ല. അപ്പോൾ ആദ്യം ഞാറായിട്ട് വരും, പിന്നെ അത് കതിരും, പിന്നെ കതിരിൽ നിറഞ്ഞ മണിയും. ഇങ്ങനെയാണ് വിളയുന്നത്. ആ വിളവ് പൂർത്തിയായി കഴിയുമ്പോൾ കൊയ്ത്തുകാരൻ വരും. കൊയ്ത്തുകാരൻ ആരാണ്? യേശുക്രിസ്തു അല്ലാതെ വേറെ ആരുമില്ല. യേശുക്രിസ്തുവാണ് കൊയ്ത്തിൻ്റെ നാഥൻ. എല്ലാം വിളവായി കഴിയുമ്പോൾ, അതാണ് കൊയ്ത്ത് ലോകാവസാനം ആണെന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് കൊയ്ത്ത്. ഇപ്പം നമുക്ക് ഈ വിത്തിൻ്റെ വളർച്ചയിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, വളർച്ച എന്ന് പറയുന്നത് അതിനാദ്യം എന്ത് വേണം? നമ്മൾ വചനം അല്ലെങ്കിൽ വിത്ത് വിതയ്ക്കണം. വിതയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പടി. നമ്മൾ വിത്ത് വിതയ്ക്കണം. നമുക്ക് സഭാപ്രസംഗി 11:6 നമ്മളിങ്ങനെ വായിക്കുന്നു. സഭാപ്രസംഗി 11:6, രാവിലെ നിൻ്റെ വിത്ത് വിതയ്ക്കുക, വൈകുന്നേരത്ത് നിൻ്റെ കൈ ഇളച്ചിരിക്കരുത്, ഇതോ അതോ ഏത് സഫലമാകും എന്നും രണ്ടും ഒരുപോലെ നന്നായിരിക്കുമോ എന്നും നീ അറിയുന്നില്ലല്ലോ. ഇപ്പോൾ വൈകുന്നേരത്ത് നീ ഇളച്ചിരിക്കരുതെന്ന് പറഞ്ഞാൽ അർത്ഥം, വൈകുന്നേരം ചുമ്മാ മടിയനായിട്ട് ഇരിക്കരുത്. രാവിലെയും വിതയ്ക്കണം, വൈകിട്ടും വിതയ്ക്കണം നമ്മൾ വിത്ത്. ഏതാണ്? അതാണോ രാവിലെ വിതച്ചതാണോ വൈകുന്നേരത്ത് വിതച്ചതാണോ മുളച്ചു വരുന്നത് നമുക്ക് അറിഞ്ഞൂടെ. ചിലപ്പോൾ രണ്ടും ഒരുപോലെ നന്നായിട്ട് മുളച്ചു വരും എന്നാണ് ഈ വചനത്തിൽ പറയുന്നത്. സഭാപ്രസംഗി 11:6. അപ്പം നമ്മൾ ഏത് നേരത്തായാലും നമുക്ക് എപ്പോഴൊക്കെ അവസരം കിട്ടുന്നോ വചനം പറയാനായിട്ട് മറ്റുള്ളവരോട് എപ്പോഴെങ്കിലും, നമ്മുടെ വഴിയാത്രയിൽ, നമ്മുടെ വർക്ക് ചെയ്യുന്നിടത്തോ, നമ്മുടെ വീട്ടിലോ, എവിടെയെങ്കിലും ഏതൊരു ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവത്തിൻ്റെ വചനം പറയാനായിട്ട്, അല്ലെങ്കിൽ ദൈവം എന്തൊക്കെയാണോ പറഞ്ഞാൽ അത് മറ്റുള്ളവരോട് പറയാൻ കിട്ടുന്ന സമയത്തിന് സോയിങ് എന്ന് പറയുന്നത്, വിതയ്ക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഏത് സാധനവും വളരണമെങ്കിൽ, ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ വരണമെങ്കിൽ അതും അതിൻ്റെ വിത്ത് വിതയ്ക്കപ്പെടണം. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം, ഈ വിത്തിൻ്റെ വളർച്ചയുടെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ വളർച്ച ഒരിക്കലും നമ്മൾ നിർബന്ധിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ശക്തി ഉപയോഗിച്ച് വളർത്താനായിട്ട് സാധിക്കത്തില്ല. നമ്മുടെ ശക്തി ഉപയോഗിച്ചല്ല വളർച്ച ഉണ്ടാകുന്നത്, വളർച്ച തനിയാണ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഗ്രോത്ത്, ക്രിസ്തീയ വളർച്ച എന്ന് പറയുന്നത് അത് തനിയെ ഉണ്ടാകണം. ഒരാളെ അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല നമുക്ക് വചനം.
ഈ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ അനുസരിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല. നമ്മുടെ യൂത്തുകളും യുവജനങ്ങളും എല്ലാം ഇതിനൊന്നും വലിയ താല്പര്യമില്ലാത്ത വരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്, അവർക്ക് മനസ്സിലാകണം ഞാൻ എന്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്നേഹിക്കണം, ദൈവം ആരാണെന്നും ദൈവം എന്താണ് ചെയ്തതെന്നെല്ലാം അവർക്ക് ക്ലിയറായിട്ട് മനസ്സിലാകുമ്പോഴേ അവർക്കത് ദൈവത്തെ തിരിച്ചവർക്ക് സ്നേഹിക്കാനായിട്ട് കഴിയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അടിച്ചേൽപ്പിച്ച് ചെയ്യാനേ പറ്റത്തുള്ളൂ. നമ്മൾ പാരമ്പര്യമായിട്ട് എൻ്റെ അമ്മ പള്ളി പോകുന്നു അതുപോലെ ഞാനും പോകുന്നു, എൻ്റെ അച്ഛൻ അങ്ങനെ ചെയ്യുന്നു അതുപോലെ ഞാനും ചെയ്യുന്നു, അങ്ങനെ ആയി വരുമ്പോൾ അതിൻ്റെ വളർച്ചയൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ മുരടിച്ചു പോകും. പക്ഷെ അവർ ശരിയായിട്ട് ഗ്രഹിക്കുക, എന്തിനാണ് ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കേണ്ട ആവശ്യം എന്നെന്ന് തിരിച്ചറിയുമ്പോഴാണ് അത് ശരിയായിട്ടുള്ളത്. പ്രകൃതികളെ അതങ്ങനെ ചെയ്യും, അവർ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് അവർ സാധിക്കും. അങ്ങനെയാണ് അതിൽ വചനത്തിൻ്റെ വളർച്ച ഉണ്ടാകുന്നത്. നമ്മൾ നിർബന്ധിച്ച് ചെയ്യിക്കാതെ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു പിതാവ് ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും ഞങ്ങളെ രക്ഷിച്ച ഒരാൾ, ഞങ്ങൾ മറ്റൊരു ആളുടെ അടിമത്തത്തിലായിരുന്ന ഞങ്ങളെ വിടുവിച്ച ഒരാളുണ്ട് എന്ന് എല്ലാ മക്കളും തിരിച്ചറിയുമ്പോഴാണ് അവർക്ക് തിരിച്ച് ദൈവത്തോട് സ്നേഹം ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനം പറയേണ്ടത്. അല്ലാതെ ഓരോ വചനം എടുത്ത് കാണാതെ പഠിക്കാൻ പറഞ്ഞ് നിർബന്ധിച്ച് വന്നാൽ അതൊരിക്കലും അവരിൽ ഫലപ്രദമാകത്തില്ല. അപ്പോൾ ഒരു വിത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് നമ്മുടെ നിർബന്ധത്താൽ ആകരുത്, ഒരിക്കലും അങ്ങനെ വളരത്തില്ല. അതാണ് രണ്ടാമത്തെ പാഠം നമ്മൾ പഠിക്കേണ്ടത്. മൂന്നാമത്തെ പാഠം പഠിക്കേണ്ടതും വളർച്ച എന്നുള്ളത് വിതക്കാരനെ ഉദ്ദേശിച്ചല്ല. അതിൻ്റെ വളർച്ച വിതക്കാരനെ ഉദ്ദേശിച്ചല്ല. ഓരോ വിത്തിൻ്റെ വളർച്ചയും അവൻ അറിയാതെയാണ് മുളച്ചു വരുന്നതെന്ന് പറയുന്നത്. രാവിലെ ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് മുളച്ചു വരുന്നതെന്ന് അവന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതിന് ദൈവത്തിൻ്റെ ആത്മാവ് മാത്രമേ സാധിക്കത്തുള്ളൂ. നമ്മളല്ല ചെയ്യേണ്ടത്, ദൈവത്തിൻ്റെ ആത്മാവാണ് ആ വളർച്ച സാധ്യമാക്കി തീർക്കുന്നത്. ഫിലിപ്പിയർ 1:6 നമ്മളിങ്ങനെ വായിക്കുന്നത്, 1:4 നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവാണ്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാണ്. ആ തുടങ്ങിയ ആളിൽ തന്നെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരുന്നാൽ അവസാനം വരെ അത് മെച്ചുറാകുന്ന ആ വളർച്ച കംപ്ലീറ്റ് പാകത എത്തുന്നത് വരെയും ദൈവം നമ്മളെ നടത്തും, വളരാനായിട്ട് അനുവദിക്കും. പിന്നെ അറിയേണ്ടത് പിന്നത്തെ മൂന്നാമത്തെ വളർച്ചയെക്കുറിച്ചുള്ള മൂന്നാമത്തെ പാഠം. ഒന്നാമത്തെ പാഠം എന്ന് പറഞ്ഞാൽ വളർച്ചയ്ക്ക് എന്ത് വേണം? ആദ്യം വിത്ത് പാകണം, വിതയ്ക്കണം, അത് ഒന്നാമത്തെ. രണ്ടാമത്തെ, അതിൻ്റെ വളർച്ച ഒരിക്കലും നമ്മുടെ നിർബന്ധത്താലാകരുത്. മൂന്നാമത്തേന്ന് പറയുന്നത് അതിൻ്റെ വളർച്ച നമ്മളെ ആശ്രയിച്ചല്ല ഇരിക്കുന്നതെന്ന് ഓർത്തോണം. ഒരു വിത്തിൻ്റെ വളർച്ച, മനുഷ്യൻ വിത്ത് വിതച്ചിട്ട് അവനറിയാതെയാണ് അത് മുളച്ച് വളർന്നു വരുന്നത്. അപ്പോൾ വളർച്ച നമ്മളെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്, ദൈവമാണത് നടത്തുന്നത്. നമ്മളതിന് ഭാഗവാക്കാകുന്നേ ഉള്ളൂ. ദൈവമാണ് വളർച്ച സാധ്യമാക്കുന്നത്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വളർച്ചയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് അത് എന്നേക്കും ഇങ്ങനെ വളരത്തില്ല. അത് വളർന്ന് പാകമാകും, കൊയ്ത്തിന് പാകമാക്കും. അപ്പോൾ വളർച്ച എന്നേക്കുമുള്ളതല്ല, അത് പാകമായി കഴിയുമ്പോൾ അതിന് കൊയ്ത്തിന് സമയമാവും. അപ്പോഴാണ് കൊയ്ത്തുകാരൻ അതിനെ അരിവാൾ വയ്ക്കുന്നത്. അതാണ് നമ്മൾ വളർച്ചയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട പാഠങ്ങൾ. അപ്പോൾ അത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ വളർച്ചയും ഇങ്ങനെ തന്നെയായിരിക്കും. നമ്മുടെ ഉള്ളിൽ ദൈവരാജ്യം വളരുന്നതും ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വളർച്ചയ്ക്ക് നമ്മളെ കീഴ്പ്പെടുത്തി ദൈവത്തിന് സമർപ്പിക്കുവാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവസാനത്തെ ഒരു ഉപമ എന്ന് പറഞ്ഞാൽ കടുകുമണിയുടെ ഉപമയാണ്. കടുകുമണി എന്ന് പറയുന്നത് നമുക്കറിയാം ഏറ്റവും ചെറിയ ഒരു മണിയാണ്. നമ്മൾ നോക്കുമ്പോൾ അതിനേക്കാളും ചെറുതുണ്ട്. ഇപ്പം ചിയ സീഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ അതിലും ചെറുതാണ്. ഈ പഴത്തിലൊക്കെ ഇരിക്കുന്ന പഴത്തിൻ്റെ കുരു എന്നൊക്കെ പറഞ്ഞാൽ അതിലും ചെറുതാണ്. പക്ഷേ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന അവരുടെ ജീവിതത്തിൽ യേശുക്രിസ്തു ഈ ഉപമ അരുളി ചെയ്തപ്പോൾ യോർദാൻ്റെ കരയിലൊക്കെ ഇതുപോലെയുള്ള ചെടികൾ അന്ന് 12 ഫീറ്റൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നത്. ഇന്ന് ഞങ്ങളുടെ സൂം മീറ്റിങ്ങിൽ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ഒരാളത് നെറ്റിൽ നോക്കിയപ്പോൾ 2 തരത്തിലുണ്ട്. അപ്പോൾ ഒരു തരത്തിലുള്ള
കടുക് എന്ന് പറഞ്ഞാൽ വലിയ മരം പോലെ വളരും. ഇപ്പോൾ 12 ഫീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ 6 അടി ആണ് സാധാരണ പുരുഷൻ്റെയൊക്കെ, അതിൻ്റെയും അത് അങ്ങനത്തെ 2 പേര് നിൽക്കുന്ന ഹൈറ്റ് വരും 12 അടി എന്ന് പറയുമ്പോൾ. അപ്പോൾ അത്രയൊക്കെ വളർന്ന് വലുതാകാനായിട്ട് സാധിക്കും. അന്നത്തെ കാലത്ത് അവിടെയുള്ള ഇതുപോലെയുള്ള കടുക് ചെടികളൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ കിട്ടുന്ന കടുക് ഇട്ടാൽ ഒരിക്കലും അത്രയും വലുതാകത്തില്ല. അപ്പോൾ പലർക്കും ഡൗട്ടുണ്ട്, എന്താണ് യേശുക്രിസ്തു ഇങ്ങനെ ഒരു ഉപമ പറഞ്ഞത്, അതിൻ്റെ കൊമ്പുകളിൽ വന്ന് പക്ഷികൾ ഇരിക്കുന്ന കാര്യമൊക്കെ പറയാനായിട്ട് അത്രയും വളരുമോ എന്ന് നമുക്ക് ചിന്തയുണ്ടാകും. അത് 30-ാമത്തെ വാക്യത്തിലാണ് കടുകുമണിയുടെ ഉപമ. അവൻ പറഞ്ഞ ദൈവരാജ്യത്തെ എങ്ങനെ ഉപമിക്കേണ്ടി, ഏത് ഉപമയിൽ അതിന് വർണ്ണിക്കേണ്ടത്? അത് കടുകുമണിയോട് സദൃശ്യം. അതിനെ മണ്ണിൽ വിതയ്ക്കുമ്പോൾ ഭൂമിയിലെ എല്ലാ വിത്തിലും ചെറിയത്, എങ്കിലും വിതച്ച ശേഷം വളർന്ന് സകല സസ്യങ്ങളിലും വലുതായിത്തീരുന്നു. ആകാശത്തിലെ പക്ഷികൾ അതിൻ്റെ നിഴലിൽ വസിക്കാൻ തക്കവണ്ണം വലുതായ കൊമ്പുകൾ വിടുന്നു. ക്രിസ്തുവിൻ്റെ ഉപമകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ മിസ്സസ് വൈറ്റ് എഴുതിയിരിക്കുന്ന ചെടികളിൽ വെച്ച് ഇത് ഏറ്റവും വലിയ ചെടിയായിട്ട് വളരുന്നു. മരമല്ല, മരത്തിനെ പോലെയല്ല കമ്പയർ, ചെടികളിൽ വെച്ച് ഏറ്റവും വലിയ ചെടിയായിട്ട് വളരും. പക്ഷേ അത് ഏറ്റവും ചെറിയ വിത്തുമാണ്. അങ്ങനെയാണത് വളരുന്നത്. ഇതുപോലെയാണ് ദൈവരാജ്യം വളരുന്നതെന്ന് പറഞ്ഞാൽ. ദൈവരാജ്യം നമുക്കറിയാം, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ആദ്യം പ്രസംഗിച്ച ആളെന്ന് പറയുന്നത് ഏറ്റവും ലളിതമായ ജീവിതം നയിച്ച സ്നാപക യോഹന്നാനാണ്. ആദ്യമായിട്ട് ഒരാൾ ദൈവരാജ്യത്തെ മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിച്ചത്. അതിനു മുമ്പ് ആരും അങ്ങനെ ഒരു പ്രസംഗിച്ചിട്ടില്ല. അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് യേശുക്രിസ്തു പ്രസംഗിച്ച അതേ പ്രസംഗം തന്നെയായിരുന്നു. മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോഴേക്കാണ് ദൈവരാജ്യം ആയത്. അപ്പോൾ എന്ന് യേശുക്രിസ്തു പറയുന്നു. പിന്നെയുള്ള യേശുക്രിസ്തുവിൻ്റെ പഠനത്തിലും പഠിപ്പിക്കലുകളിലും എല്ലാം ഈ എല്ലാ ഉപമകളിലും നമ്മൾ നോക്കുമ്പോൾ ദൈവരാജ്യം എങ്ങനെയുള്ളതാണെന്നാണ് ഓരോ ഉപമയിലൂടെയും പറഞ്ഞു വരുന്നത്. അപ്പോൾ അവരെല്ലാം വളരെ നിസ്സാരമായൊരു ജീവിതം നയിച്ചവർ, ലളിതമായ, വളരെ ലളിതമായ ഒരു ജീവിതം നയിച്ചത്. യേശുക്രിസ്തു ആണെങ്കിൽ ആ നാട്ടിൽ ഇസ്രായേലിലെ യെരുശലേമിലും ഗലീലയിലും എല്ലാം സ്വന്തം കാലുകൊണ്ട് നടന്ന് പോയി. അപ്പോൾ അവരൊക്കെ പലരും ചിന്തിക്കാറുണ്ട്, അവിടെയുള്ള യഹൂദന്മാർ, അവരൊക്കെ വിചാരിച്ചിരുന്ന അവരുടെ രക്ഷകൻ എന്ന് പറഞ്ഞാൽ വലിയൊരു സാമ്രാജ്യം സ്ഥാപിക്കാനായിട്ട് വന്ന ആളാണ്. അപ്പോൾ അവർക്ക് നോക്കുമ്പോൾ ഇവനെന്തുണ്ടായിട്ടാണ് ഒരു സാമ്രാജ്യം? നമുക്കറിയാം ബാബിലോൺ, അതിനെ തോൽപ്പിക്കാൻ മീഡോ പേർഷ്യൻസ് വന്നു. അവർക്ക് ഇഷ്ടം പോലെ കുതിരപ്പടയും കാലാൾപ്പടയും എല്ലാം ആയുധങ്ങളും എല്ലാം കൊണ്ടാണ് വന്നവർ ആ സാമ്രാജ്യത്തെ തകർത്ത് അവരുടെ സാമ്രാജ്യം സ്ഥാപിച്ചത്. കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവരെ തോൽപ്പിക്കാൻ ഗ്രീക്കുകാരാണ്, അതിലും മെച്ചപ്പെട്ട ഉപകരണങ്ങൾ, ആയുധങ്ങളും അതിലും കൂടുതൽ കുതിരപ്പടയാളികളെല്ലാമായിട്ട് വന്ന് അവരെ തോൽപ്പിച്ചു. അത് കഴിഞ്ഞ് റോമൻ സൈന്യം വന്ന് ഗ്രീക്കുകാരെ തോൽപ്പിച്ചു. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. പക്ഷേ ഇവൻ എങ്ങനെ? അപ്പോൾ അതൊക്കെ ഇവർക്കറിയാം. ദാനിയേൽ പ്രവചനമൊക്കെ ഇവർ വായിച്ചിട്ടുള്ള യഹൂദന്മാർ. അപ്പോൾ ഈ യേശു വന്നിട്ട് എന്ത് സാമ്രാജ്യം സ്ഥാപിക്കാൻ? അവൻ്റെ കൂടെ എന്തുണ്ട്? ആരുണ്ട്? ഒരു കുതിര പോയിട്ട് ഒന്നുമില്ല. ആകെ 12 പേര് അവൻ്റെ കൂടെ നടക്കുക. ഇവനെങ്ങനെയാണ് ഈ സാമ്രാജ്യം സ്ഥാപിക്കുക എന്നുള്ള സംശയമാണ് അവർക്കുണ്ട്. അപ്പോഴാണ് യേശുക്രിസ്തു ഈ ഉപമ പറയുന്നത്. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ കടുകുമണിയെ പോലെയാണ്. അത് കുഞ്ഞായിട്ട് തുടങ്ങും, പക്ഷേ അത് പടർന്ന് പന്തലിക്കും. ഇപ്പം നമുക്ക് നോക്കുമ്പോൾ എത്ര പേര് ആദ്യ നൂറ്റാണ്ടിലേക്ക് നോക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ ശക്തി വന്നതിന് ശേഷം ആ ദൈവസഭയുടെ വളർച്ച ഭയങ്കരമായിരുന്നു. എത്ര പേര് അവരെ കൊല്ലാൻ നോക്കിയിട്ടും വീണ്ടും വീണ്ടും വർദ്ധിക്കുകയാണ് ചെയ്തത് ദൈവസഭ വളർന്ന്. ഇപ്പം നമ്മൾ ലോകത്തിൽ എല്ലായിടത്തും ദൈവത്തിൻ്റെ സഭ ഉണ്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സഭ വളർന്ന് പന്തലിച്ചിരിക്കുകയാണ്. ക്രിസ്ത്യാനിത്വം, അതിൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച ആ ദൈവരാജ്യത്തിലായിരിക്കുന്നവർ പക്ഷേ കുറച്ച് പേരായിരിക്കും. എന്നാലും അവരെയാണ് ദൈവം സ്വീകരിക്കാനായിട്ട് വരുന്നത്. തൻ്റെ സ്വന്തമായിട്ടുള്ളവർ ഈ ദൈവരാജ്യത്തിൽ ഇവിടെ ഈ ഭൂമിയിൽ വളർന്നു വരുന്നവരായിരിക്കും. അങ്ങനെ അവരിലൂടെ യേശുവിൻ്റെ സാമ്രാജ്യം ഈ ലോകം മുഴുവനും ആകും. നമ്മൾ ദാനിയേൽ പ്രവചനം പഠിച്ചിട്ടുണ്ട്. കൈതൊടാതെ പറഞ്ഞു വന്ന കല്ല് ആ ബിംബത്തെ മുഴുവനായിട്ട് തകർത്ത് ആ കല്ല് ഒരു മഹാപർവ്വതമായി തീർന്നു എന്നാണ് പറയുന്നത്, വായിച്ചിരിക്കുന്നത്. അതാണ് ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ സഭ. അത് ലോകം മുഴുവനും വെളിവായിട്ട് വരും. അതാണ് യേശുക്രിസ്തു ഒലിവ് മലയിലിരുന്ന് തൻ്റെ വരവിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ മത്തായി 25:14 പറഞ്ഞു, രാജ്യത്തിൻ്റെ സുവിശേഷം
എല്ലാവർക്കും സാക്ഷ്യമായി ലോകത്തിലെങ്ങും പ്രശംസിക്കപ്പെടും. അപ്പോൾ അവസാനം വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് ദൈവരാജ്യം. ചെറിയ ഒരു അളവിൽ തുടങ്ങി വലിയതായിട്ട് ഈ ലോകം മുഴുവനും നിറയാൻ പോകുന്നു. ചെറിയൊരു കല്ലായിട്ട് വന്നു, അതിനെ തകർത്ത് ഈ ലോകം മുഴുവൻ നിറഞ്ഞ മഹാപർവ്വതമായി തീർന്നു എന്ന് ദാനിയേൽ 2:44 പറയുന്നുണ്ട്. അങ്ങനെയാണ് ദൈവരാജ്യത്തിൻ്റെ വളർച്ച. അപ്പോൾ ഇന്നത്തെ ഈ പാഠത്തിൽ നമ്മൾ യേശുക്രിസ്തു അരുളി ചെയ്ത ഉപമകളെക്കുറിച്ചാണ് പറഞ്ഞത്. എല്ലാ ഉപമയും എല്ലാവർക്കും കൂടുതൽ മനസ്സിലായി എന്ന് ഞാനും വിശ്വസിക്കുന്നു. ദൈവരാജ്യത്തെക്കുറിച്ച് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അറിഞ്ഞാൽ മാത്രം പോരാ, നമ്മളെല്ലാവരും അതിലുള്ളവരായിത്തീരും. ദൈവരാജ്യത്തിലായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. ആത്മീയമായിട്ടുള്ളൊരു ജീവിതം നമുക്കുണ്ടായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആ ദൈവരാജ്യത്തിലായിത്തീരുവാനായിട്ട്, ആ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം മറ്റുള്ളവർക്ക് വിതയ്ക്കുന്നവരായിത്തീരുവാനായിട്ട് ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്തുതിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ സന്നിധിയിലിരുന്ന് ഞങ്ങൾ ഈ പാഠം പഠിച്ചപ്പോഴെല്ലാം അപ്പൻ്റെ കാവലും കരുതലും കൂടെയിരുന്ന് ഞങ്ങളെ വഴി നടത്തിയതിനായിട്ട് സ്തോത്രം. ദൈവമേ, ഇന്ന് ഞങ്ങൾ പഠിച്ച പാഠങ്ങളെല്ലാം ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നല്ല വിധക്കാരായിട്ട് ദൈവത്തിൻ്റെ വചനം മാത്രം പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെയും അങ്ങയുടെ പ്രകാശത്തിലേക്ക് നയിക്കുവാൻ, ഞങ്ങൾക്ക് തന്ന വെളിച്ചം മറച്ചു വയ്ക്കാതെ എല്ലാവരെയും കാണിക്കുന്നവരായിട്ട് തീരുവാൻ, ആ കടുകുമണിയിൽ തുടങ്ങി വലിയ ചെടിയായതുപോലെ ദൈവത്തിൻ്റെ രാജ്യം ഒരാളിൽ തുടങ്ങി ഇത്രയും വലുതായി തീർന്നതുപോലെ അതിൻ്റെ എല്ലാം ഭാഗവാക്കാകുവാൻ ഞങ്ങളെയും അവിടെ നിന്ന് വിളിച്ചതിനായിട്ട് സ്തോത്രം. കൂടുതലായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം, വഴി നടത്തണം. എല്ലാ യേശുവപ്പൻ്റെ പുണ്യനാമത്തിൽ ചോദിക്കുന്നു, കൃപയുടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.